നമസ്കാരം. റണ്ണിംഗ് സ്റ്റാഫിന്റെ അപര്യാപ്തതയും സിഗ്നൽ സംവിധാനത്തിലെ പിഴവും ഇടയ്ക്കിടെ അപകടങ്ങൾക്ക് വഴിവെക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ പിടിച്ചുകുലുക്കി വീണ്ടും ഒരു ട്രെയിൻ അപകടം കൂടി നടന്നിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർ മരിച്ചു. കുറഞ്ഞത് 25 പേർക്കെങ്കിലും അപകടത്തിൽ പരിക്കേറ്റിട്ടുമുണ്ട്. ഡാർജിലിംഗ് ജില്ലയിൽ ഇന്ന് രാവിലെ എക്സ്പ്രസ് ട്രെയിനും ഗുഡ്സ് ട്രെയിനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അസമിലെ സിൽച്ചാറിൽ നിന്ന് കൽക്കത്തയിലെ സീൽദയിലേക്ക് പോവുകയായിരുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസിനെ ന്യൂ ജയ്പാൽഗുരിക്ക് സമീപമുള്ള രംഗപാണി സ്റ്റേഷന് സമീപം പിന്നിൽ നിന്ന് വന്ന ഗുഡ്സ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ 2 കോച്ചുകൾ പാളം തെറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം അപകടത്തിന് പിന്നാലെ ഡോക്ടർമാരും ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തിയതായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു. ഡാർജിലിംഗ് ജില്ലയിലെ ഫാൻസിഡവ മേഖലയിൽ നടന്ന ഒരു ദാരുണമായ ട്രെയിൻ അപകടത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്ന് മമതാ ബാനർജി പ്രതികരിച്ചു. കാഞ്ചൻജംഗ എക്സ്പ്രസ് ഒരു ഗുഡ്സ് ട്രെയിനിൽ ഇടിച്ചതായാണ് റിപ്പോർട്ട്. DMSP, ഡോക്ടർമാർ, ആംബുലൻസുകൾ, ദുരന്ത നിവാരണ സംഘങ്ങൾ എന്നിവർ ഇവിടെ എത്തി. രക്ഷാപ്രവർത്തനം, വൈദ്യസഹായം എന്നിവയ്ക്കായി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി ആരംഭിച്ചു എന്നൊക്കെ മമതാ ബാനർജി എക്സ് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടി. ഗുഡ്സ് ട്രെയിൻ സിഗ്നൽ തെറ്റിച്ചു പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. അപകടത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിൻഭാഗം കാർഗോ വാനും ഗാർഡ് കോച്ചും പാസഞ്ചർ കമ്പാർട്ട്മെന്റുകളും അടങ്ങുന്നതായിരുന്നു എന്നതാണ് അപകടത്തിന്റെ തീവ്രത കുറയാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇല്ലെങ്കിൽ കൂടുതൽ പേരുടെ മരണത്തിലേക്ക് അപകടം നയിക്കുമായിരുന്നു. എങ്കിലും കുറഞ്ഞത് 25 പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം ബംഗാളിനെ വടക്ക് കിഴക്കൻ നഗരങ്ങളായ സിൽച്ചാർ, അഗർത്തല എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന പ്രതിദിന ട്രെയിനാണ് കാഞ്ചൻജംഗ എക്സ്പ്രസ്. നോർത്ത് ഈസ്റ്റിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചിക്കൻ നെക്ക് ഇടനാഴിയിലൂടെയാണ് ഈ ട്രെയിനിന്റെ റൂട്ട്. ഇവിടെയുണ്ടായ അപകടം മറ്റ് നിരവധി ട്രെയിനുകളുടെ സർവീസിനെ ബാധിച്ചേക്കുമെന്നാണ് സൂചന. ആളുകൾക്ക് സ്ഥിതിഗതികളെ കുറിച്ച് അറിയാൻ സഹായിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ റെയിൽവേ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും ഇടവിട്ട് സംഭവിക്കുന്ന അപകടങ്ങൾ, സിഗ്നൽ സംവിധാനത്തിലെ പിഴവും റണ്ണിംഗ് സ്റ്റാഫിന്റെ ദൗർലഭ്യവും മൂലമുണ്ടാവുന്ന പ്രശ്നങ്ങളും കൂടുതൽ ചർച്ചയാവുമെന്നുറപ്പ്.